ഒരു വഴിയുമില്ല. രാത്രി ഓടിപ്പടിച്ച് ട്രെയിൻ കയറി. ഏതോ ട്രെയിൻ കയറി. ട്രെയിനിന് ടിക്കറ്റ് തരുന്നില്ല. TTR അത് പറയണ്ടടാ. നീ ഇത് കാണുന്നുണ്ട് അവിടെ TTR പട്ടി. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചതുങ്ങളാണ്. നമ്മളോട് കൈക്കൂലി വാങ്ങിയ TTR നാണവും മാനവും ഇല്ലാത്ത 5000 രൂപ. അതായത് അവസ്ഥ ആയിക്കോട്ടെ നമ്മൾ തന്നു, അത്യാവശ്യം ആയിക്കോട്ടെ. 5000 രൂപ കൈക്കൂലി. 5000 രൂപ. എനിക്കെല്ലാം ഒരു വിചാരിച്ചു ഇന്ത്യയിലും കയ്യിൽ പൈസ മേടിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം നിങ്ങൾ അടിമകൾ. 5000 രൂപ. അതായത് ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനിൽ നോർമലി കണ്ണൂരേക്ക് പോകണമെങ്കിൽ എത്ര ഉണ്ടാവും? 500, 600, 1000 മാക്സിമം. തേർഡ് നല്ല AC ടിക്കറ്റ് ആണെങ്കിൽ പോലെ 1000, 1500 കൂടുതൽ വരൂല. ഇത് 5000 രൂപ വാങ്ങിയിട്ട് 5000 രൂപ. ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും, പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറയണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. നമ്മളെങ്ങനെ കടന്നറിയാം? ഒരു സീറ്റിൽ തുങ്ങി പൊട്ടിയിട്ട്, അതായത് 2 സീറ്റിന്റെ പൈസ നമ്മളിൽ നിന്ന് വാങ്ങി. എന്നിട്ട് ലാസ്റ്റ് സീറ്റ് തരുമ്പം അയാൾ നമ്മളെ പിന്നെയും പറ്റിച്ചിട്ട് നമുക്ക് ഒരു സീറ്റ് എന്നിട്ട് പറഞ്ഞു ഇവിടെ 2 കൂടി വേണമെങ്കിൽ ചുരുണ്ട് കുടിക്കണം നാറികളെ. എന്തോ ചെയ്യും, പാവപ്പെട്ട മുതലാളിമാരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആളൊന്നിന് 5000 രൂപ വാങ്ങിട്ട് അയാള് ഞാൻ പറ്റേ ഇങ്ങനത്തെ പ്രക്ഷോഭം ഉണ്ടല്ലോ ഇന്ത്യയിൽ വരണം എന്നാ ഞാൻ പറയുന്നത്. അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? എല്ലാം കഴിഞ്ഞിട്ട് വ്ളോഗറാണല്ലേ, വ്ളോഗറാന്ന് ആദ്യം മനസ്സിലായി. ഒന്നാമത്തെ കാര്യം വ്ളോഗറാന്ന് ആദ്യം മനസ്സിലായി. വ്ളോഗറല്ലേ, പേരെന്തായിരുന്നു എന്നിട്ട് ആദ്യം ചോദിച്ചു. ഒരു കളവനാ. എന്നിട്ട് ഇത് കഴിഞ്ഞ് കാണണം, പോകുമ്പോ കാണണം ബാക്കിന്ന്. അതായത് അത് കഴിഞ്ഞിട്ട് വേറെ കാണണം എനിക്ക്. അതായത് 2 കിട്ടാറുണ്ട്. നല്ല കുഴപ്പമില്ല, കാര്യം കാണാൻ കരുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട്. അങ്ങനെയല്ല